ജീവിതത്തിൽ സ്പർശത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഹൃദയപൂർവ്വം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. മദർ തെരേസ ഒരു വൃദ്ധഭവനത്തിൽ സന്ദർശനം നടത്തുകയാണ്. വളരെ റഫ് ആൻഡ് ടഫായ വിചിത്ര സ്വഭാവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് മറ്റ് സിസ്റ്റേഴ്സ് പരാതി പറഞ്ഞു. അവർ മരുന്ന് കഴിക്കാൻ തയ്യാറാവുന്നില്ല, അകാരണമായി പൊട്ടിത്തെറിക്കുന്നു, അകാരണമായി പൊട്ടിക്കരയുന്നു, ജനാലക്കരികിലുള്ള കിടക്കയിലേക്ക് കിടക്കുമെന്ന് ശഠിക്കുന്നു. വല്ലാത്തൊരു പ്രകൃതം. എങ്ങനെ അവരെ ഡീൽ ചെയ്യണം? മദർ തെരേസ അവരുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ കിടക്കക്കരികിലിരുന്നു. അവരുടെ കയ്യിലെടുത്ത് പതുക്കെ ഒന്ന് അമർത്തി. പിന്നെ കരകവിയുന്ന കണ്ണുകൾ കൊണ്ട് അവരെ ഒന്ന് നോക്കി. അത്രയായപ്പോഴേക്കും അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇത്രക്കടുത്ത് ഒരാളും ഇരുന്നിട്ടില്ല, ഇത്രയ്ക്ക് സ്നേഹത്തോടെ ഒരാളും എൻ്റെ കയ്യിൽ പിടിച്ചിട്ടില്ല. അമ്മ, എന്തുകൊണ്ട് ഞാനിങ്ങനെ വളരെ വിചിത്ര രീതിയിൽ പെരുമാറുന്നു? അമ്മയോട് പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഈ ജനാലക്കരികിലുള്ള കിടക്കയിൽ കിടക്കൂ എന്ന് ശഠിക്കുന്നു? പറഞ്ഞുതരാം. അമ്മ പുറത്തേക്ക് നോക്കി. ജനാലയിലൂടെ എന്ത് കാണാം? മദർ തെരേസ പുറത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻട്രൻസ് ഗേറ്റ്, പ്രവേശന കവാടം കാണാം. അതാ കാര്യം. അവർ പറയുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മകനും മരുമകളും കുഞ്ഞുങ്ങളും ചേർന്ന് ഈ എൻട്രൻസ് ഗേറ്റ് തള്ളി തുറന്ന് ഇങ്ങോട്ടേക്ക് വന്നു, എന്നെയും കൂട്ടിക്കൊണ്ട്. എന്നെ ഇവിടെ കൊണ്ടുവന്ന് തള്ളി. എന്നിട്ട് അവർ കടന്നുപോയി. ഇനി എന്തെങ്കിലും ഒരു ദിവസം നല്ല ബുദ്ധി തോന്നി അവർ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്ന് കരുതി ഞാനിവിടെ കാത്തു കിടക്കുകയാണ്. പുറത്തേക്ക് കണ്ണുന്നിട്ട് നോക്കിയിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ പ്രവേശന കവാടം എപ്പോഴും കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ജനാലക്കരികിൽ കിടക്കണമെന്ന് ശഠിക്കുന്നത്. മദർ തെരേസ തൊട്ടതിന് ശേഷം അവരുടെ ജീവിതം മാറിയത്രേ. അവർ വീണ്ടും പുഞ്ചിരിക്കാൻ തുടങ്ങിയത്രേ. അവർ വീണ്ടും കുറച്ചുകൂടി കരുണയുള്ള ആളായി മാറി. അങ്ങനെയാണല്ലോ, കരുണ വന്ന് തൊടുമ്പോൾ, കനിവിൻ്റെ മാലാഖ ചിറക് നൽകി കഴിയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ആകാശം കിട്ടും. അവർ ചിറകുമുളയ്ക്കുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കും. ഇനി എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡുകളിൽ ഒന്നാണ് സ്പർശത്തിന് വേണ്ടിയുള്ള നീഡ്. കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയം വരെ ആരെങ്കിലും എന്നൊന്ന് തൊട്ടെങ്കിൽ എന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ജീവശാസ്ത്രപരമായ നമ്മുടെ അവസ്ഥകളിലേക്കൊന്ന് പ്രവേശിക്കാം. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഏത് പോസ്ചറിൽ ഉറങ്ങാൻ പോയാലും ഉറക്കത്തിനിടയിൽ ഒരു 3-4 വട്ടമെങ്കിലും നിങ്ങൾ കൂനിക്കൂടി കിടക്കും. നിങ്ങൾ മറ്റൊരാളോട് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞാൽ അവർ പറഞ്ഞു തരും. നിങ്ങൾ ഏത് പോസ്ചറിൽ ഉറങ്ങാൻ കിടന്നാലും ഉറക്കത്തിനിടയ്ക്ക് 4 വട്ടമെങ്കിലും മിനിമം നിങ്ങൾ കൂനിക്കൂടി കിടക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ജീവശാസ്ത്രപരമായ എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആ കൂനിക്കൂടി കിടക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഭ്രൂണാവസ്ഥയിൽ നിങ്ങൾ കിടന്ന ഒരു പോസ്റ്ററാണത്. അപ്പോൾ നിങ്ങളുടെ ശരീരം എത്ര വളർന്നാലും, നിങ്ങൾ എത്രക്കങ്ങ് വലുതായാലും, ഇന്നും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയുടെ സ്പർശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നത് എന്താണ്? ഫ്രജൈൽ, ഹാൻഡിൽ മീ വിത്ത് കെയർ. പൊട്ടിപ്പോകുന്ന ഏതോ ഒരു ചില്ലുപാത്രം പോലെയാണ്, കുറച്ചുകൂടി കരുതലോടെ എന്നെ തൊടണേ. നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വീണ്ടും ജീവശാസ്ത്രത്തിലെ മറ്റൊരു കൗതുകം. ഈ മനുഷ്യവർഗത്തിലെ അമ്മമാരുടെ മുലപ്പാലിന് മറ്റ് ജീവജാലങ്ങളിലെ മുലപ്പാലിനേക്കാൾ കട്ടി കുറവാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന വ്യത്യാസം എന്താണ്? വലിയ വ്യത്യാസമാണ്. മറ്റ് ജീവജാലങ്ങൾക്ക് അധികം തൊട്ട് തലോടലുകളില്ലാതെ തന്നെ വളർന്നു വരാൻ പറ്റും. സർവൈവൽ മെക്കാനിസം അകത്ത് തന്നെയുണ്ട്. ഈ മനുഷ്യക്കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുലപ്പാൽ തീർത്ത് നേർത്തതായതുകൊണ്ട് അല്പം കുടിച്ചു കഴിയുമ്പോൾ തന്നെ വീണ്ടും വിശക്കും. വിശപ്പ് പെട്ടെന്നൊന്നും മാറില്ല. വീണ്ടും അവരറിയാതെ അമ്മയുടെ മാറിലേക്ക് തലചായ്ക്കും. അമ്മ അറിയാതെ കുഞ്ഞിനെ ഒന്ന് തലോടും. ആ തലോടലിന് വേണ്ടിയാണ് കുഞ്ഞ് കാത്തിരിക്കുന്നത്. മുലപ്പാൽ നേർത്തതായതുപോലും അമ്മയിൽ നിന്ന് കുഞ്ഞിന് തലോടൽ കിട്ടാൻ വേണ്ടിയാണ്.
അപ്പോൾ ഈ തലോടൽ, സ്പർശം നിസ്സാര കാര്യമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്കൊന്ന് നോക്കുക. നിങ്ങളുടെ വിരൽത്തുമ്പിലൊരു നക്ഷത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ വിരൽത്തുമ്പിലൊരു നക്ഷത്രം ഉണ്ട് ചങ്ങാതി. ശാസ്ത്രം പറയുന്നത് എന്താണ്? ഓരോ വിരൽത്തുമ്പിലും 6000-ലധികം ടച്ച് റിസപ്റ്റേഴ്സ്, സ്പർശ കോശങ്ങളുണ്ട്. അപ്പോൾ ഈ സ്പർശകോശങ്ങൾ വിരൽത്തുമ്പിലുള്ളത് കൊണ്ട് അത്യധികമായ സ്നേഹത്തോടെ, കരുണയോടുകൂടി നിങ്ങൾ ആരെയെങ്കിലും തൊട്ടാൽ ഈ സ്പർശകോശങ്ങൾ അവരിൽ സൗഖ്യ അനുഭവം ഉളവാക്കും. നിങ്ങൾ വലിയ വിശുദ്ധനാകണമെന്നില്ല, അല്പം സ്നേഹിച്ചാൽ മതി. കളങ്കമില്ലാതെ, ഒരുപാട് കാപട്യമില്ലാതെ, അകത്ത് വെട്ടം നിറച്ച് സ്നേഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തൊട്ടാലും സൗഖ്യം ഉണ്ടാവും. അപ്പോൾ ഈ സ്പർശം നിസ്സാര കാര്യമാണെന്ന് ചിന്തിക്കരുത്. മനിലയിലെ ആശുപത്രിയിൽ ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം റൗണ്ട്സ് നടത്തുമ്പോൾ ന്യൂലി ബോൺ ബേബീസ്, ചിലർ വളരെ ഫ്രജൈലായിരിക്കും, വളരെ ദുർബലരായിരിക്കും. അവരുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം അവരുടെ ചാർട്ടിൽ എഴുതി വെക്കും TLC 6 times അല്ലെങ്കിൽ TLC 12 times. എന്താണ് ഈ TLC എന്ന് നമ്മളമ്പരക്കും. പിന്നീടാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുക ടെൻഡർ ലവിങ് കെയർ. TLC, ടെൻഡർ ലവിങ് കെയർ. അതായത് ടെൻഡർ ലവിങ് ടച്ച് ഈ കുട്ടിക്ക് 6 വട്ടമോ 12 വട്ടമോ കൊടുക്കണം. കാരണം കുഞ്ഞ് തീർത്തും ദുർബലതയുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിനത് കിട്ടിയേ തീരൂ. അത് ജീവശാസ്ത്രപരമായ നീഡാണ്. ഒരു കുഞ്ഞിനെ നിങ്ങൾ ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കുക. ആ തൊട്ട് കുഞ്ഞിന് വളർച്ചയുണ്ടാവും. ഫ്രെഡറിക് രണ്ടാമൻ രാജാവ് ക്രൂരമായൊരു പരീക്ഷണം നടത്തി. 2 കുട്ടികൾ, ഒരു കുട്ടിക്ക് പോഷകങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം ആരെങ്കിലും ചെന്ന് സ്നേഹത്തോടെ ഒന്ന് തൊടുന്നു, പല പ്രാവശ്യം തൊടുന്നു. ഇപ്പുറത്തെ കുഞ്ഞിനും എല്ലാ പോഷകങ്ങളും നൽകുന്നുണ്ട്, പക്ഷെ തൊടാനില്ല. ഈ തൊടാൻ ആരുമില്ലാത്ത കുഞ്ഞ് പതുക്കെ മരണത്തിൻ്റെ വഴിയിലേക്ക് ചെന്ന് ചേരുന്നുണ്ട്. അതൊരു സത്യമാണ്. ജനിക്കുന്ന സമയം മുതൽ കുഞ്ഞിന് സ്പർശം വേണം. നിങ്ങൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ വിവരമുള്ള കാരണവന്മാർ പറഞ്ഞു തരും, ആ കുഞ്ഞിനെ തൊടണം, വയറത്ത് ഉമ്മ വെക്കണം. ഭർത്താവ് ഭാര്യയുടെ വയറ്റത്ത് ഉമ്മ വെക്കണം. ആ ഉമ്മ വന്ന് ചേരുന്ന കുഞ്ഞിലാണ്. നിങ്ങൾ വയറ്റത്ത് സ്നേഹത്തോടെ തൊടണം. ആ തൊടലിൽ ചെന്ന് ചേരുന്നത് കുഞ്ഞിലാണ്. എന്നെ ആരോ ആർദ്രമായി തൊടുന്നുണ്ട്, എന്നെ ആർക്കോ വേണം, ആരോ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയാണ് കുഞ്ഞിന് ലഭിക്കുക. ഇനി നമ്മൾ ജനിക്കുന്ന സമയത്ത് പൊട്ടിക്കരയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? കുഞ്ഞിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാരഡൈസ് ഏതാണ്? അമ്മയുടെ ഗർഭപാത്രമാണ്. അവിടെ ഏറ്റവും സുഖകരമായ വിധത്തിൽ പ്രൊപ്പോർഷനേറ്റായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്ന ചൂടും തണുപ്പും പിന്നെ എല്ലാ പോഷകങ്ങളും, അമ്നിയോട്ടിക് ആസിഡ്, ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ഇടത്ത് കുഞ്ഞിങ്ങനെ സ്വസ്ഥതയോടുകൂടി കഴിഞ്ഞു വരികയാണ്. അതാണ് ഭൂമിയിലെ സ്വർഗം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ നിന്ന് കുഞ്ഞിന് പുറത്തേക്ക് വരാൻ സമയമാകുമ്പോൾ അമ്മയ്ക്ക് പേറ്റുനോവ് ആരംഭിക്കുന്നു. പിന്നെ കുഞ്ഞ് പുറത്തേക്ക് തള്ളിയിടപ്പെടുകയാണ്. ഒരു പുഷിൽ കുഞ്ഞ് പുറത്തേക്ക് വരികയാണ്. കുഞ്ഞിന് വന്യമായ ലോകത്തേക്കുള്ള യാത്രയാണത്. അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ കരച്ചിൽ. ആദ്യത്തെ ട്രോമ കിട്ടിയത് ബെർത്ത് ട്രോമയാണ്. അതായത് ജനിക്കുന്നൊരു ട്രോമയാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. കുഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോകുന്നു. കാരണം നഷ്ടസ്വർഗത്തെക്കുറിച്ച് ഓർത്തുള്ള കരച്ചിലാണത്. ആ കരയുന്ന കുഞ്ഞ് ഒരു കയ്യിലേക്കാണ് വന്നു ചേരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്പർശം കിട്ടുമ്പോഴാണ് കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ കരസ്പർശം വീണ്ടും കിട്ടുന്നത്. ടച്ച് അന്ന് തുടങ്ങി കുഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെയെങ്കിലും നിങ്ങൾ സ്നേഹത്തോടെ തൊട്ടുക. നമുക്ക് ആരെയും തൊടാത്തൊരു ലോകമാണിത്. നമ്മുടെ അവസ്ഥയിൽ തൊട്ട് നിൽക്കുന്നു, തൊട്ടുരുമി നിൽക്കുന്നു, തൊട്ടടുത്ത് നിൽക്കുന്നു, തൊട്ടിട്ടില്ല. ഈ തൊടാത്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണയൊക്കെ കഴിഞ്ഞ എൻ്റെ ചങ്ങാതി ഇപ്പോഴും നിങ്ങൾ തൊടുന്നില്ല എന്ന് പറയുന്നത് കഷ്ടം തന്നെയല്ലേ? ഏതോ അദൃശ്യമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആരെയും തൊടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.